എല്ലാവർക്കും എഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പിസ്സ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിസ്സ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പിസ്സയുടെ ബേസിനായിട്ട് നമ്മൾ ഒരു 5 ബ്രെഡും 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ടയ്ക്ക് ഒരു ബ്രെഡ് സ്ലൈസ്, ഇതാണ് കണക്ക്. അത് നമ്മളൊരു മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും ചേർക്കരുത്. 5 മുട്ടയാണ് ഞാൻ എടുത്തിരുന്നത്. അതുപോലെ 5 ബ്രെഡ് സ്ലൈസ്, ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇതെല്ലാം ബ്രെഡ് ചെറുതായിട്ട് അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യണമെന്നില്ല. അതുപോലെ നമ്മളത് ജാറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് അടിച്ചെടുക്കുക. നമ്മൾ ദോശമാവിൻ്റെ പോലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടണം. പിന്നെ എരിവിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം, നിങ്ങളിഷ്ടമാണ്. കുറച്ച് എരിവ് വേണമെങ്കിൽ ഇതാ അടിച്ച് ഈ പരുവത്തിലായി. ഒട്ടും വെള്ളം ചേർത്തില്ല. മുട്ടേൻ്റെ ഇത് തന്നെയാണ്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് എണ്ണ തടവുക. അത് ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഗീ ആയാലും ഞാൻ കുറച്ച് ഗീ ആണ് ഉപയോഗിക്കുന്നത്. നോർമൽ ഓയിലായാലും പ്രശ്നമില്ല. ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണ്. നമ്മളത് ബാറ്ററൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എന്നൊന്ന് അടച്ചു വെക്കുക. ചെറിയ തീയിൽ, തീ കൂട്ടാൻ പാടില്ല, അടി കരിഞ്ഞു പോകും. ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് സൈഡൊക്കെ കിട്ടുന്നുണ്ട്. തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്യണം. പിന്നെ അത് കത്തിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ മറ്റുള്ള പിസ്സ സോസൊക്കെ അതിൽ ചേർക്കുക. പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പായാലും മതി, നിങ്ങളിത് നോക്കിയിട്ട്. പിന്നെ കുറച്ച് ചീസ്, മൊസറല്ല ചീസും അതിൽ ആഡ് ചെയ്യുക. പിസ്സ ഉണ്ടാക്കുന്ന സാധാരണ അറിയാം. സാധാരണ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മെയിൻ ബേസാണ്. അത് കുഴച്ചെടുക്കണം, ഈസ്റ്റൊക്കെ ചേർത്ത് ഒരുപാട് പണിയാണ്. ഇത് വളരെ എളുപ്പമാണ്. മുട്ട ബ്രെഡും മാത്രമേ വേണ്ടൂ അതിന് ബേസ് ഉണ്ടാക്കാൻ. ഞാനിന്ന് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചിടുക. കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് വെജിറ്റബിളായിട്ട്. എന്ത് വെജിറ്റബിൾ നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളിഷ്ടമാണ്. നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ക്യാപ്സിക്കൊക്കെ ഇടുമ്പോൾ. പിന്നെ ചിക്കൻ വേവിച്ചത് ചെറുതായിട്ട് പിച്ചെടുത്ത് അത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് സോസേജുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഇടാം. വെജ് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ വെജ് കൂടുതലിടാം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കൊക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ട്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് പിസ്സയാണ്. പിസ്സ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരുപാട് പൈസയൊക്കെ ചിലവുള്ള കാര്യം. ഇത് വളരെ സിമ്പിളായിട്ട് ചെറിയ പൈസക്ക് ഒതുക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ സോസേജൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. സോസേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ക്രഷ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഒരു എരിവിനുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി അതിലേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. പിന്നെ വീണ്ടും ലാസ്റ്റായിട്ട് മുകളിലേക്ക് ചീസ്, വീണ്ടും അതിലേക്ക് ചീസ് എത്രത്തോളം ഇടുന്നു അത്രത്തോളം നല്ലതാണ്. നല്ല ടേസ്റ്റ് കൂടും. പിന്നെ ഒരു അബദ്ധം പറ്റിയിട്ടാണ്, മറ്റേ ഒലിവ് കായ ഉണ്ടല്ലോ, അത് ചെറുതായ സ്ലൈസ് ഞാൻ ഇടാൻ മറന്നുപോയി. ചീസിന് മുമ്പായിട്ട് ഇടേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാനത് ഈ ചീസിൻ്റെ മുകളിലിട്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വീണ്ടും ഒന്ന് വേവിക്കുക. ഒരു 10-15-20 മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിസ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. കണ്ടില്ലേ, എന്താ യമ്മി പിസ്സയാണ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കണം. വളരെ ഈസി ആയിട്ട് ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സയാണിത്. ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു, ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ടിനായി. അപ്പോൾ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്.